നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി പി, കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമവല്ലി PV എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി P ഉണ്ട്. നമസ്കാരം ശ്രീമതി ലക്ഷ്മി. നമസ്കാരം. ഉദുമ ഗ്രാമപഞ്ചായത്ത് കടലോരവും കാർഷിക മേഖലയും ഉൾപ്പെട്ട ഭൂപ്രകൃതിയാണ്. കാർഷിക മേഖലയ്ക്കും ടൂറിസത്തിനുമാണ് പ്രത്യേക ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണ്. 3 പഞ്ചനക്ഷത്ര ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയ്ക്കാണ് പ്രത്യേകമായിട്ടും ഊന്നൽ നൽകുന്നത്. കാർഷിക മേഖല പോലെ തന്നെ ടൂറിസത്തിനും പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റാണ് വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നത്. പറഞ്ഞോളൂ. ടൂറിസം മേഖലയ്ക്ക് നമ്മൾ ഒരു 1,25,00,000 രൂപ ഫണ്ടിൽ വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. കൂടാതെ 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് തന്നെ കോടി ബീച്ച് എന്ന ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് 1,4 കോടി രൂപ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ. തീർച്ചയായിട്ടും ടൂറിസത്തിന് പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖലയാണെന്ന് സൂചിപ്പിച്ചു. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്? കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കാർഷിക മേഖലയിൽ നെൽകൃഷി, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി, അതുപോലെ തെങ്ങ്, കവുങ്ങ്, മറ്റ് ജൈവ സമ്പന്നമായ പല രീതികളും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് 60 ലക്ഷത്തിലധികം രൂപ ഫണ്ട് ഓരോ വർഷവും ഫണ്ട് വകയിരുത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മഴക്കാലമെത്തി, മണ്ണിടിച്ചിൽ, വെള്ളം കയറുന്ന പ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിലുണ്ടോ? ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടാകുന്നത്? മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചില് അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങളില്ല. കടലോരമായതിനാൽ കടലില് വീടുകൾക്ക് വെള്ളം കയറുന്ന ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ വർഷം അത് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ജൈവവൈവിധ്യ പരിപാലന സമിതി തയ്യാറാക്കിയ ഒരു പുസ്തകം ഗ്രാമപഞ്ചായത്ത് പ്രകാശനം ചെയ്തിട്ടുണ്ട്. കാവുഗ്രാമം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. എന്താണ് ഇത്തരത്തിലൊരു പുസ്തകം പ്രകാശനം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ജൈവ വൈവിധ്യ സമ്പത്തുകളെ നിലനിർത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വന്ന 2021 ജനുവരി 26 മുതൽ ആരംഭിച്ച പ്രവർത്തനമാണ് ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഓരോ പ്രദേശത്തുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതൊരു പുസ്തകമായി തയ്യാറാക്കി വെക്കണമെന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ അതിനുള്ള ആവശ്യമായ പ്രവർത്തനങ്ങൾ BMC നന്നായി നടത്തി വരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ പുസ്തകം 2ാം വാല്യം പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചത്. തീർച്ചയായിട്ടും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുസ്തകം തന്നെയായിരുന്നു കാവുഗ്രാമം. 20 കാവുകളെ കുറിച്ചുള്ള പഠനമാണ് പ്രധാനമായിട്ടും ആ കാവുഗ്രാമം എന്ന പുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്കും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് NABH എൻട്രി ലെവൽ അംഗീകാരം ലഭിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. ആരോഗ്യ മേഖലയിൽ നമുക്ക് ഒരു ആയുർവേദ ആശുപത്രി, 2 ആയുർവേദ, അതുപോലെ തന്നെ ഒരു ഹോമിയോ, ഒരു FHC അങ്ങനെ 3 ആശുപത്രികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല ഡോക്ടർമാരാണ് നമ്മുടെ ആശുപത്രികളിലുള്ളത്. അതോടൊപ്പം തന്നെ ആവശ്യമായ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അതോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ ആശുപത്രികളിലും HMC യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും നമുക്ക് സർട്ടിഫിക്കേഷൻ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കായകൽപ്പ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നല്ല പ്രവർത്തനമാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്.
തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ അംഗീകാരങ്ങൾ കരസ്ഥമാക്കാൻ ഗ്രാമപഞ്ചായത്തിന് പ്രയോജനമാകുന്നതും. സ്ത്രീ ശാക്തീകരണ രംഗത്തെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അപ്പാരൽ പാർക്ക് അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിരവധി സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പാരൽ പാർക്ക് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിമ്മും മറ്റ് ആവശ്യമായ കാര്യങ്ങൾ ആരോഗ്യപരമായി കുടുംബശ്രീ തലത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. നല്ല ഓക്സിലറി ഗ്രൂപ്പ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും നന്നായി കൃഷി മേഖലയിലും കുടുംബശ്രീ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാലിന്യമുക്ത പഞ്ചായത്താണ്. മാലിന്യ സംസ്കരണം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ഹരിതകർമ്മ സേനയെ പഠിക്കാൻ ജർമ്മൻ സംഘമടക്കം ഉദുമ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടുണ്ടല്ലേ? ഉണ്ട്. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് 21 വാർഡിലും നമ്മൾ ആവശ്യമായ പ്രവർത്തകരെ വെച്ചുകൊണ്ട് ഓരോ വാർഡിൽ 2 വീതം അംഗങ്ങളെ വെച്ചുകൊണ്ട് ഓരോ വീടുകളും കയറി ഇറങ്ങി 90%-ത്തിലധികം 100% തന്നെ എന്ന് പറയാം. എന്നിരുന്നാലും എല്ലാ മാസങ്ങളിലും കുറവുണ്ടാകുന്നു. എന്നാലും 100% ഫണ്ട് 100% വീടുകൾ കയറി ഇറങ്ങി യൂസർ ഫീ പിരിക്കാനും അതുപോലെ തന്നെ പൊതു ശുചീകരണം, അതുപോലെ കടലോര ശുചീകരണം, അങ്ങനെയൊക്കെ എല്ലാ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു MCF എല്ലാ വാർഡിലും ഓരോ മിനി MCF നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ ബിന്നുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇനി MCFകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. 42 അംഗ ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. ഉദുമ ഗ്രാമപഞ്ചായത്ത് ഒരു കടലോര പ്രദേശമാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കടലോര പ്രദേശമായതുകൊണ്ട് തന്നെ മഴക്കാലം എത്തുമ്പോൾ ഈ കടൽക്ഷോഭം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന പ്രദേശങ്ങൾ ഉണ്ടോ പഞ്ചായത്തിൽ? കടൽക്ഷോഭം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു 5 വാർഡുകളിൽ 7 കിലോമീറ്ററോളം കടൽക്ഷോഭം ഉണ്ടാകുന്ന ആ സമയത്ത് നമ്മള് മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതോടൊപ്പം ദുരന്ത നിവാരണ കമ്മിറ്റി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യമായ ഘട്ടങ്ങളിൽ പോകേണ്ട പ്രദേശങ്ങളിൽ പോയി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്? വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പെൻഷൻ, അത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അതൊക്കെ നൽകുന്നതോടൊപ്പം ക്യാമ്പുകൾ വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ബഡ്സ് സ്കൂള് നമ്മുടെ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ നല്ല പ്രവർത്തനമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീട് എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നല്ല നിലയിൽ ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 200-ലധികം വീടുകൾ നൽകി. നമ്മൾ വന്നതിന് ശേഷം ബാക്കിയുള്ളവരുടെ PMAY ആയാലും അതൊക്കെ നമ്മൾ അതിൻ്റെതായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എത്രത്തോളമാണ് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? വഴിവിളക്ക് കഴിഞ്ഞ 2 വർഷമായി വഴിവിളക്കിന് ഒരുപാട് ഫണ്ട് വകയിരുത്തി. അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകളിലും എല്ലാ പോസ്റ്റുകളിലും ലൈറ്റ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ടൗണുകളില് സോളാർ ലൈറ്റ് സ്ഥാപിച്ചും നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഗ്രാമപഞ്ചായത്തിന്, ഭരണസമിതിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. വികസനവുമായി ബന്ധപ്പെട്ട് എല്ലാ മെമ്പർമാരും അവരവരുടേതായ രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ സഹകരിച്ചുകൊണ്ട് എല്ലാവരുടെയും നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ ശുചീകരണമൊക്കെ നമുക്ക് 100% ആയി നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത്. നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. ആരോഗ്യ രംഗത്താണെങ്കിലും ഹരിതകർമ്മ സേനയെ പഠിക്കാൻ ജർമ്മൻ സംഘമടക്കം ഉദുമ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ അപ്പാരൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. ശ്രീമതി ലക്ഷ്മി, ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? പൊതുവായി ശുചീകരണവുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ ഫണ്ട്
വെച്ച് വകയിരുത്തിക്കൊണ്ട് നമ്മളിപ്പോ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടൂറിസം, പഞ്ചായത്തിന്റെ ഒരു ടൂറിസം നടപ്പിലാക്കുന്നതോടുകൂടെ കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുമെന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. കാർഷിക മേഖലയിൽ തരിശു ഭൂമിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്രാവശ്യം നല്ല കൃഷി ചെയ്യാനും, അതോടൊപ്പം തന്നെ BMC തന്നെ നേതൃത്വത്തിൽ കൃഷി ചെയ്യാനൊക്കെയുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് നല്ലൊരു മാതൃക കാണിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ BMCയുടെ പ്രവർത്തനം നമുക്ക് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നല്ല സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നതും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഗ്രാമപഞ്ചായത്ത് എത്രത്തോളമാണ് ഇടപെട്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് 15 സ്കൂളുകളാണ് നമുക്കുള്ളത്. 3 ഹൈസ്കൂള്, 2 ഹയർ സെക്കൻഡറി സ്കൂൾ, അതൊക്കെയാണ് ഈ പഞ്ചായത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സ്കൂളിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 ഹൈസ്കൂളുകളിലും 100% വിജയമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. 2 ഹയർ സെക്കൻഡറിയിലും നല്ല വിജയം കരസ്ഥമാക്കാൻ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തെ സ്കൂളുകളിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LP UP സ്കൂളുകളിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. LSS ഒക്കെ ഒരുപാട് കുട്ടികൾക്ക് LSS നേടാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളുകള് സ്മാർട്ട് സ്കൂളുകളായി, ക്ലാസ് റൂമുകളായി സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 സ്മാർട്ട് അംഗൻവാടിയുടെ പണി നടന്നു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് ഉദ്ഘാടനം ചെയ്യും. അങ്ങനെയൊക്കെ വിദ്യാഭ്യാസ രംഗത്തെ വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തടക്കം നിരവധി മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പിന്നോക്ക വിഭാഗത്തിലുള്ള കുട്ടികൾക്കുള്ള പഠന കിറ്റ് വിതരണം, അതുപോലെ തന്നെ ഗ്രാന്റ്, സ്കോളർഷിപ്പ് പോലുള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? പിന്നോക്ക വിഭാഗ കുട്ടികൾക്ക് ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഫർണിച്ചർ, സ്കോളർഷിപ്പ്, ഇതൊക്കെ അപേക്ഷ കിട്ടുന്ന മുറക്ക് എല്ലാ കുട്ടികൾക്കും നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ആവശ്യമായ കാര്യങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ തന്നാൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. നല്ല കോളനികളാണ് നമ്മുടെ, ഉന്നതികളാണ് നമ്മുടെ പ്രദേശത്ത്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ മാതൃകാപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ലക്ഷ്മി.